ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്താണ് കൃത്യമായി യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള LDF ക്യാമ്പിന്റെ വിലയിരുത്തൽ, കണക്കുകൂട്ടൽ? ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്. വെരി ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസങ്ങളായി നിലമ്പൂരിൽ കറങ്ങുന്നു, അല്ലെങ്കിൽ നിലമ്പൂരിൽ നടക്കുന്നു ഹാഷ്മി. ആ സമയത്ത് ഇന്നലെ ഏറ്റവും ഒടുവിൽ എം സ്വരാജിനൊപ്പം ഇടത് സ്ഥാനാർത്ഥിക്കൊപ്പം 159ഓളം ബൂത്തുകളിൽ നമ്മളും പോയിരുന്നു. അവിടെയൊക്കെ പ്രവർത്തകർ വലിയ ആത്മവിശ്വാസം ആണ് ഇടതു സ്ഥാനാർത്ഥിക്കുമേൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ പ്രവർത്തകർക്ക് വലിയ ആവേശമായിരുന്നു. അവരെല്ലാവരും തന്നെ പറയുന്നത്, നമ്മൾ ഓരോ ബൂത്തുകളിലും ചെല്ലുമ്പോൾ പുതിയ വോട്ടുകളും അതുപോലെ തന്നെ പാർട്ടി വോട്ടുകളും കൃത്യമായി ചെയ്യിക്കാനായി എന്നാണ് പറയുന്നത്. അതിൽ വഴിക്കടവ് പഞ്ചായത്തിലൊക്കെ വലിയ തിരക്ക് ആ ഒരു ഘട്ടത്തിൽ തന്നെ അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും ഇടതു ക്യാമ്പ് വലിയ ആത്മവിശ്വാസം പറയുന്നുണ്ട്. അവർ പറയുന്നത് ഇടതു വോട്ടുകൾ പൂർണ്ണമായി തങ്ങൾക്ക് ചെയ്യിക്കാനായി. PV അൻവറിന്, അവർ ഈ UDF-ൻ്റെ ഇതുപോലെ ഉള്ളൊരു കണക്കല്ല ഇടതുപക്ഷം പറയുന്നത്. 9 വർഷം MLA ആയിരുന്നു PV അൻവർ. പക്ഷേ അൻവർ പുറത്തു പോയിട്ട് ഒരു സുഗു എന്ന ഒരു പഴയ ലോക്കൽ കമ്മിറ്റി അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി അംഗമല്ലാതെ മറ്റാരെയും കൊണ്ടുപോകാൻ PV അൻവറിന് സാധിച്ചിട്ടില്ല. അത് തെളിയിക്കുന്നത് പാർട്ടി അനുഭാവികളും അതുപോലെ തന്നെ പാർട്ടിക്കാരും പൂർണ്ണമായി തങ്ങളോടൊപ്പമാണ്. അതായത് LDF-ൻ്റെ വോട്ട് ബാങ്കിൽ ഒരു വിള്ളൽ സംഭവിച്ചിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇടത് ക്യാമ്പ് പറയുന്നത്. ഇത് കൂടാതെ എം സ്വരാജിന് വ്യക്തിപ്രഭാവം ഒരു വോട്ടായി മാറിയിട്ടുണ്ട് എന്നും കൃത്യമായ രീതിയിൽ കണക്ക് കൂട്ടുന്നു. അത് ഒരു ബൂത്തിൽ ഒരു 10-20 വോട്ട് അത്തരത്തിൽ വന്നിട്ടുണ്ടാകാമെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഒരു പ്രാഥമികമായ കണക്കെടുപ്പ് ഉണ്ടായിരുന്നു. അതിൽ അവർ വലിയ അവകാശവാദം ഒന്നും തന്നെ ഉന്നയിക്കുന്നില്ല. പക്ഷേ എം സ്വരാജിൻ്റെ ഒരു വ്യക്തിപ്രഭാവത്തിന് കൂടി വോട്ട് ലഭിക്കുകയാണെങ്കിൽ ഒരു 2000 മുതൽ 5000 വരെ വോട്ടുകൾക്ക് ഇടതുപക്ഷം വിജയിച്ചേക്കും എന്ന ഒരു കണക്കാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുള്ളത്. UDF പറയുന്നത് പോലെ ഒരു 15,000-ൻ്റെ കണക്കോ അല്ലെങ്കിൽ ഒരു ഊതിപ്പെരിപ്പിച്ച കണക്കോ ഒന്നും തന്നെ പറയാൻ ഈ ഒരു ഘട്ടത്തിൽ LDF നേതാക്കൾ തയ്യാറല്ല. അല്പസമയം മുൻപ് നമ്മൾ കേട്ട ബൈറ്റും അതുതന്നെയാണ്. ആത്മാഭിമാനം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് തങ്ങൾ നടത്തിയത്. അതിൻ്റെ ഫലം ലഭിക്കുമ്പോൾ അത് കേരളത്തിൻ്റെ കൂടി ഫലമാകും. അതുകൊണ്ട് തങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, ആത്മാഭിമാനമുണ്ട് എന്നാണ് A വിജയരാഘവൻ, CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം, അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പ് ചുമതലകൾ നിർവഹിച്ചത്. ഇതുകൂടാതെ ജമാഅത്ത് ഇസ്ലാമി വിഷയമടക്കം കൃത്യമായ രീതിയിൽ ചർച്ചയാക്കാൻ കഴിഞ്ഞു എന്ന ഒരു ആത്മവിശ്വാസം ഇടതുപക്ഷത്തിനുണ്ട്. കൂടാതെ സ്ഥാനാർത്ഥിയുടെ മികവ് അതൊരു വോട്ടായി മാറിയിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോഴും ഒരു ചെറിയ നെഞ്ചിരിപ്പുണ്ട്. 100 വോട്ട് PV അൻവർ പിടിക്കുമ്പോൾ അതിൽ ഒരു 40 വോട്ട് ഇടതുപക്ഷത്തു നിന്ന് പിടിക്കും എന്ന രീതിയിലുള്ള ഒരു പ്രാഥമികമായ കണക്ക് അവരും പറയുന്നുണ്ട്. എന്തായാലും കുട്ടിയും കിഴിച്ചുമാണ്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുകയാണ്. ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ ഇന്നലെ രാത്രി തന്നെ രാജ്യറാണി ട്രെയിനിൽ തിരിച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലെ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ ഉണ്ടാകും. അതിനുശേഷം CPM-ൻ്റെ ഒരു പൂർണ്ണമായ കണക്ക് നമുക്ക് ലഭ്യമാക്കാനാകും. എന്തായാലും ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവില്ല. നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവരും ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അത് കേവലം ഒരു UDF-ന് അനുകൂലമായിരുന്ന ഒരു മണ്ഡലം PV അൻവറിലൂടെ പിടിച്ചെടുത്തു, ആ മണ്ഡലം ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്ന് പറയുകയല്ല ചെയ്യുന്നത്. എം സ്വരാജിൻ്റെ വ്യക്തി മികവ് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തു എന്ന ഒരു വിലയിരുത്തലാണ് ഇടതുപക്ഷ നേതാക്കൾ ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. പ്രാഥമികമായ വിലയിരുത്തലിന് ശേഷം ഒരു അന്തിമ വിലയിരുത്തൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടാകും. അതിന്റെ വിവരങ്ങൾ നമുക്ക് വൈകിട്ടോടുകൂടി ലഭ്യമാക്കാനാകും. ഹാഷ്മി. ഓക്കെ കുമാല, ഓക്കെ ശ്രീ.